ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സ്നാപ്സീഡ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ഞാനിപ്പോൾ ഈ ഫോട്ടോയാണ് എടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും എടുക്കാം. ഞാൻ ബ്ലറാക്കാൻ പോവുകയാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും, അതിൽ പോയി കാണുക. അപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് റൂം എന്ന ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ലൈറ്റ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്, ലൈറ്റ് കുറവാണോ കൂടുതലാണോ അതിനനുസരിച്ച് നമ്മൾ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മിക്സ് ടൂളിൽ പോയിട്ട് നമ്മൾ യെല്ലോ ഹ്യൂജ് -92 സാറ്റുറേഷൻ -60 കൊടുക്കുന്നുണ്ട്. ഗ്രീൻ അതുപോലെ തന്നെ ഹ്യൂജ് -69 സാറ്റുറേഷൻ -76 കൊടുക്കുന്നുണ്ട്. അത് ചെയ്താൽ നമുക്ക് കാണാം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഒരു മൂഡി ടൈപ്പായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കയറുന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ലൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് എഡിറ്റ് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ലൈറ്റ് റൂമിലത്തെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചായയുടെ മേലെ ആവി പറക്കുന്നത് കൊണ്ടുവെക്കാനായിട്ട് നമ്മൾ പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചർ നമ്മൾ ഫോട്ടോയിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ക്രോമിലോ ഗൂഗിളിലോ പോയിട്ട് സ്മോക്ക് PNG എന്നൊക്കെ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. എന്നിട്ട് ബ്ലെൻഡ് എന്ന ഓപ്ഷനിൽ പോയിട്ട് സ്ക്രീൻ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി, ആ സ്മോക്കിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിക്ചർ ഒന്നുകൂടി ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കൊണ്ടുവച്ച സ്മോക്ക് ഒന്ന് മുകളിലൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ഒന്നിങ്ങനെ ചതുരം പോലെ നമുക്ക് കാണാം. അതൊന്ന് ഇറേസ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടി ഒറിജിനാലിറ്റി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.